അസ്സലാമു അലൈക്കും. സാദി ഇന്ത്യ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മക്കളെ കുറിച്ചാണ്. മക്കള് ഒരനുഗ്രഹമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ നല്ല കെയർ കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ അവരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളായിട്ട് വളർത്തണം. അധിക അച്ഛനും അമ്മമാരും മക്കളെ, ദാറ്റ് മീൻസ് നമ്മുടെ ഭാര്യമാർ പ്രഗ്നന്റ് ആകുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസ് ആണ് അവരെ കുറിച്ചിട്ട്, ഒരുപാട് ഡ്രീംസ് ആണ് എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ട്. അതൊരു തെറ്റല്ല. പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ നമ്മൾ തീരുമാനിക്കും അവർ ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ അവരെന്താവണം, ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, അഡ്വക്കേറ്റ് ആവണോ, ഇങ്ങനെ ഒരുപാട് പ്ലാൻസ് ആണ് അച്ഛനമ്മമാർക്ക്. എസ്പെഷ്യലി ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അങ്ങനെ അവര് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഭൂമിയിലേക്ക് പറന്നു വീഴും. അതിനുശേഷം നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും അവരെ കുറിച്ച്. LKG UKG അങ്ങനെ അവരെ വിദ്യാഭ്യാസം തുടരുകയാണ്. അതോടൊപ്പം തന്നെ മത്സരമാണ് മക്കളെ കൊണ്ട്. തൊട്ടടുത്ത് നമ്മുടെ ഫാമിലീസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അവരെ മക്കളെക്കാട്ടിലും നമ്മളെ മക്കള് ടോപ്പ് ആവണം, എല്ലാത്തിലും A+ ആവണം. അതുപോലെ തന്നെ ജനങ്ങളെല്ലാവരും അറിയണം. ദാറ്റ് മീൻസ് നമ്മൾ മക്കളെ വെച്ചിട്ടൊരു മാർക്കറ്റിംഗ് നടത്തുന്ന സിസ്റ്റം. പ്രത്യേകിച്ച് അവരിഷ്ടം പോലും നമ്മൾ നോക്കാതെയാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്റെ ജീവിതാനുഭവങ്ങളിൽ ഞാൻ പഠിച്ചത്, നമ്മുടെ മക്കൾക്ക് ഒരുപാട് കെയർ കൊടുക്കണം, ഒരുപാട് ലവ് കൊടുക്കണം. അതോടൊപ്പം തന്നെ അവരിഷ്ടങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കണം, പ്രിയോറിറ്റി കൊടുക്കണം. അവരെ കാര്യങ്ങൾ നമ്മൾ അറിയണം, അവരാഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം വേണം നമ്മൾ ഡ്രീം കാണാൻ. അല്ലാതെ നമ്മളൊന്ന് ഡ്രീം കണ്ട് അവർക്കതിനോട് യോജിപ്പില്ലാതെ വന്നാൽ അവരുടെ ജീവിതം ഒരിക്കലും സക്സസ് ആവില്ല. അധികം അച്ഛനമ്മമാരും മക്കളോട് ചോദിക്കാതെ അവരെ ഇഷ്ടപ്രകാരം അവരെ ഡാൻസിന് വിടുന്നു, മ്യൂസിക്കിന് വിടുന്നു, പ്ലസ് അവർ ഒരുപാട് ട്യൂഷൻസ്. ഈവൻ നമ്മളൊന്നും കുട്ടിക്കാലം പോലെയല്ല, അവർക്കൊരു ഫ്രീ ടൈം പോലും ഇല്ല. ഒന്ന് കളിക്കാന്, ചിരിക്കാന്, ഇതിനൊന്നും ടൈമില്ല. അതേപോലെ വീട്ടിലെ മുതിർന്നവരുണ്ടാവും, നമ്മുടെ പാരന്റ്സ്, അവരെ പോലും ഒന്ന് സംസാരിക്കാനോ അവരോട് കൂടെ ഇരിക്കാനൊന്നും ടൈമില്ല മക്കൾക്ക്. സ്കൂൾ വിട്ട് വരുന്നു, ട്യൂഷന് പോകുന്നു, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്. ഓക്കെ, എല്ലാം ഒരു മത്സരമാണ്. കാരണം തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടിനെക്കാട്ടിലും എന്റെ കുട്ടി മുൻപിലെത്തണം, എല്ലാത്തിലും A+ വേണം, സമൂഹത്തിൽ ഉന്നതങ്ങളിലെത്തണം. നമ്മുടെ സ്വന്തം മക്കളെ വെച്ച് നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റൈലിലാണ് നമ്മൾ വളർത്തുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, മക്കളെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക, മക്കളെ ടേസ്റ്റ് മനസ്സിലാക്കുക, മക്കളെ ആഗ്രഹങ്ങൾ അറിയുക. അതിനെന്ത് വേണം? നമ്മുടെ മക്കളെ കാര്യങ്ങൾ വെറും അമ്മയെ ഏൽപ്പിക്കാതെ അച്ഛന് മക്കളെ കാര്യങ്ങളിലെല്ലാം ഇടപെടണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ബിസിയാണ്, തിരക്കിലാണ്, ടൈമില്ല മക്കളെ കാര്യം നോക്കാം, സ്വന്തം കാര്യങ്ങൾ വരെ നോക്കാൻ ടൈമില്ല. ഞാൻ ഒരുപാട് എന്റെ ഫ്രണ്ട്സൊക്കെ പാരന്റ്സ് ആണ്, അവരൊക്കെ കാണാറുണ്ട്, അവരൊക്കെ ഇതാ പറയാറ്, ദർ ഇസ് നോ ടൈം ടു തിങ്ക്, ഈവൻ ദർ ഇസ് നോ ടൈം ടു ഈറ്റ്. അവർക്ക് ഇതിനൊന്നും ടൈമില്ല. പിന്നെ മക്കളെ കാര്യം, ഈവൻ മിക്കവാറും പ്രവാസികളായിട്ടുള്ള അച്ഛൻ മക്കളെ വിളിക്കാറ് പോലും ഇല്ല. ജസ്റ്റ് ഭാര്യയ്ക്ക് വിളിച്ചിട്ട് 3-4 മണിക്കൂറും സംസാരിക്കും, പക്ഷെ മക്കളെ കാര്യങ്ങൾ നോക്കാറില്ല, എല്ലാം ഭാര്യയെ ഏൽപ്പിക്കും. എന്റെ ഒരു അഡ്വൈസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഭാര്യനെ ഏൽപ്പിക്കാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ചെയ്യണം അവരെ കാര്യങ്ങൾ. അപ്പോഴാണ് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവരെ മനസ്സറിയാൻ പറ്റുള്ളൂ. അതേപോലെ അവരെ വേദനകളും യാതനകളും നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മൾ അവരോട് എപ്പോഴും ഇന്ററാക്ഷൻ നടത്തണം, അവർക്ക് എപ്പോഴും വിളിക്കണം, അവരെ മനസ്സ് നമ്മൾ തൊട്ടറിയണം, അടുത്തറിയണം. അപ്പോഴേ നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റൂ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. നിങ്ങൾ നിത്യേന അവർക്ക് വിളിക്കണം, അവരെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അന്വേഷിക്കണം. ഇത് പറയാൻ കാരണം, എനിക്കൊരു ചെറിയ മോളുണ്ട്, സഫാ സാദി എന്നാണ് പേര്. 1st സ്റ്റാൻഡേർഡ് ആണ്, സാധാ സ്കൂളിലാണ് പഠിക്കുന്നത്, ഗവൺമെന്റ് സ്കൂളില്. അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, മോള് നല്ല ആക്റ്റീവ് ആയിരുന്നു, ഇപ്പോ ഡൗൺ ആണ്. അപ്പൊ ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് മോളോട് ചോദിച്ചു, സഫ, ഞാൻ ഡയലി മക്കൾക്ക് വിളിക്കുന്ന ഒരാളാണ്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും വേണ്ടിയില്ല, ഒന്നുമില്ലപ്പാ, ഞാൻ ഇനി സ്കൂളിലൊന്നും പോണില്ല, എനിക്ക് സ്കൂളൊക്കെ മടുത്തു എന്ന് പറയും. ചെറിയ കുട്ടിയല്ല, അവളിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം. കാരണം അത്ര ഇഷ്ടം എനിക്ക് മക്കളെയും പൂക്കളെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്റെ മക്കള് മാത്രമല്ല, എല്ലാവരും മക്കളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ മോളോട് ഞാൻ നിരന്തരം ചോദിച്ചപ്പോ അവൾ എന്നോട് പറഞ്ഞു, ഉപ്പ, എനിക്കൊരു ടീച്ചറുണ്ട്, കമ്പ്യൂട്ടർ ടീച്ചർ, IT ടീച്ചർ,
1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് IT ടീച്ചർ. നിങ്ങൾ ചിന്തിക്കണം, ആ ടീച്ചർ എന്ത് ചെയ്തതെന്ന് വെച്ചാല് ഇവൾക്ക് റൈറ്റ് ഹാൻഡ് അല്ല, ലെഫ്റ്റ് ഹാൻഡ് ആണ് എഴുതാനല്ല. അപ്പോ ടീച്ചർ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതിയപ്പോ ശരിയാവാത്തത് കൊണ്ട് അവളെ വഴക്ക് പറഞ്ഞു. അത് 2 ദിവസം അടിക്കുകയും ചെയ്തു. അതിന് എന്റെ മോൾ പേടിച്ചു. സത്യത്തിൽ ആ ടീച്ചർക്ക് അറിയില്ല ലോകത്തിലെ വലിയ വലിയ പ്രമുഖർ ലെഫ്റ്റ് ഹാൻഡേഴ്സ് എന്നുള്ള കാര്യം ടീച്ചർക്ക് അറിയില്ല. അതേപോലെ ആ ടീച്ചർക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ എന്താന്ന് പോലും അറിയില്ല, വാട്ട്സ് ദ മീനിങ് ഓഫ് IT. എന്നിട്ട് പോലും എന്റെ ആ പുഷ്പം പോലെയുള്ള ചെറിയ മോളെ ടീച്ചർ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ ഈ കാര്യം വൈഫിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ വൈഫ് പറയുന്നത്, ഇത് നടന്നിട്ട് ഏകദേശം 1 മാസമായി, ഞാൻ നിങ്ങളോട് പറയാതിരുന്നതാണ്, നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ വിളിക്കും, പ്രശ്നമാകുമെന്ന് എഴുതിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ അമ്മമാർ നമ്മളിൽ നിന്നും പലതും മറച്ചു വെക്കും, പല സീക്രട്സുകളും മറച്ചു വെക്കും. കാരണം അവരെപ്പോഴും മക്കൾക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുക, അവർക്ക് അങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. കാരണം അറിയാലോ, രക്ഷിതാക്കൾ എപ്പോഴും എടുത്തു ചാടും, ദേഷ്യപ്പെടും, അതുകൊണ്ട് അവരൊന്നും പറയില്ല. പക്ഷെ ഞാൻ പറയുന്നു, നമ്മളെല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യം നമ്മൾ എപ്പോഴും അന്വേഷിക്കണം. അവരുടെ വിദ്യാഭ്യാസം, അവരെ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് പോകുന്നത്, അവരെല്ലാ അവസ്ഥയും നമ്മൾ അവരെ ഉള്ളിൽ കയറിയിട്ട് അവരോട് ഫ്രണ്ട്ലി ആകണം. ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് മസിൽ പിടിച്ച് അതല്ല അച്ഛൻ. അതെല്ലാം പണ്ട് കാലങ്ങളിലുള്ള അച്ഛനമ്മമാർ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മക്കളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് അവർക്ക് വേണ്ട പണം കൊടുത്ത് അവർക്ക് വേറൊന്നും ചിന്തിക്കാനുള്ള ടൈം കിട്ടരുത്. അത്രയും സ്നേഹം നമ്മൾ കൊടുക്കണം. ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരാശയമാണ് സ്നേഹം കൊടുക്കുക. വേണ്ടുവോളം സ്നേഹം കൊടുക്കുക, കെയർ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കുട്ടിയാണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഉണ്ടാവും, എവിടെയും പോവില്ല. അപ്പൊ നമ്മുടെ മക്കളെ കാര്യങ്ങൾ അവരെ മനസ്സറിഞ്ഞ് നമ്മളെപ്പോഴും അവർക്ക് വിളിക്കണം, അവരെ കാര്യങ്ങൾ അന്വേഷിക്കണം. അതേപോലെ എൻ്റെ വലിയ മോള്, അവള് കഴിഞ്ഞ പ്രാവശ്യം SSLC ആയിരുന്നു, 9 A+ 1 A കിട്ടി. ട്യൂഷന് പോലും പോയിട്ടില്ല എൻ്റെ മോള് ജീവിതത്തില്. മാത്സിനാണ് A കിട്ടിയത്. അത് കാരണം ടീച്ചർ പ്രോബ്ലം ആയിരുന്നു, സ്കൂളിൽ ഓൾറെഡി പറഞ്ഞു. പക്ഷെ മാനേജ്മെന്റ് ഒന്നും ആ ടീച്ചറെ മാറ്റിയില്ല. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, എൻ്റെ മോക്ക് 9 A+ 1 A കിട്ടിയിട്ട് പോലും ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായി. അവളെ ബയോസയൻസിനായിരുന്നു കൊടുത്തത്, കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയത്. അങ്ങനെ മോളെ ഒത്തിരി സങ്കടപ്പെട്ടു, എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മാനേജ്മെന്റ് കോട്ടയിൽ കിട്ടും, ക്യാഷ് കൊടുത്താൽ അത് വാങ്ങിച്ചേരട്ടെ മോളെ ചോദിച്ചു. അപ്പൊ എന്നോട് മോള് പറഞ്ഞ ഡയലോഗ് എന്താ പറയുക, ഞാൻ സാദി ഇന്ത്യയുടെ മോളാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, ട്യൂഷന് പോലും പോവാതെ. അതുകൊണ്ട് എനിക്കാരും ക്യാഷ് കൊടുത്തിട്ട് പഠിക്കണ്ട, അല്ലാതെ കിട്ടുകയാണെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി അവൾ അങ്ങനെ പറഞ്ഞു. അതേപോലെ ചെറുപ്പത്തിൽ ഞാൻ സ്വപ്നം കണ്ടിരുന്നു, അവൾ ഡോക്ടർ ആവണം, അങ്ങനെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട്. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന ഡയലോഗ് എന്താ വെച്ചാല്, പഠിച്ച് നല്ലൊരു മനുഷ്യനാവണം, അതേപോലെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയാവണം. അതേപോലെ വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യന്, പച്ചയായ മനുഷ്യനെ തിരിച്ചറിയാനുള്ള കഴിവാണ്. അല്ലാതെ പഠിച്ചിട്ട് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അതൊന്നും അല്ല. മക്കൾക്ക് എന്താണ് ഇഷ്ടം, അതിനപ്പുറത്ത് മക്കൾ സമൂഹത്തിന് നല്ലതാക്കപ്പെടുന്ന, സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിത്വങ്ങളായി മാറണം. ഓക്കെ, അത് എഞ്ചിനീയർ ആവട്ടെ, ഡോക്ടർ ആവട്ടെ, എന്താവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മുടെ ഇഷ്ടമല്ല പ്രധാനം, മക്കളെ ഇഷ്ടമാണ്. ചില മക്കൾക്ക് നന്നായിട്ട് വരക്കാൻ അറിയാം, ചില മക്കൾക്ക് മ്യൂസിക്കിലായിരിക്കും താല്പര്യം, ചില മക്കൾക്ക് സ്പോർട്സിലായിരിക്കും. അപ്പൊ അവരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഡോക്ടറാക്കാൻ നിൽക്കരുത്. അവർക്ക് ബയോസയൻസ് ഒന്നും ദഹിക്കൂല, ചിലർക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ അവരെ കൊണ്ടിട്ട് എഞ്ചിനീയർ ആക്കാൻ പാടില്ല. അപ്പൊ മക്കളെ ടേസ്റ്റ് അറിയാം, എന്താണ്, എന്തിനാണ് അവർക്ക് മുൻഗണന കൊടുക്കാൻ പറ്റുക, എന്തിനാണ് അവർക്ക് ടേസ്റ്റ്, ആ ഒരു രീതിയിൽ വേണം അവരെ നമ്മൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള മക്കള് സമൂഹത്തിന് ഗുണം ചെയ്യും, നാളെ നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ അവരുടെ ജീവിതം എന്താ പറയാ, സ്വർഗീയമായിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ മക്കൾക്ക് എന്നും വിളിക്കുക, മക്കളെ കാര്യങ്ങൾ അന്വേഷിക്കുക, മക്കളെ കാര്യങ്ങൾ ഭാര്യയെ മാത്രം ഏൽപ്പിക്കാതിരിക്കുക, മക്കൾക്ക് വേണ്ട പണം കൊടുക്കുക, മക്കൾക്ക് വേണ്ട എല്ലാം കൊടുക്കുക. ദാറ്റ് മീൻസ് അവർക്ക് ഒരു വിഷമം ഉണ്ടാവുമ്പോൾ നമ്മുടെ ജീവിതം മക്കൾക്ക് വേണ്ടിയിട്ടാവണം. അതേപോലെ മക്കളോട് നമ്മൾ ഫ്രണ്ട്ലി ആവണം, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നടത്തി കൊടുക്കണം. അതേപോലെ അവരെ A to Z കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം. അവരെങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്, എങ്ങനെയാണ് തിരിച്ചു വരുന്നത്, എന്തെല്ലാം അവർ ചെയ്യുന്നത്. അല്ലാതെ വെറും അവരോട് പഠിക്ക് പഠിക്ക് പഠിക്ക്, ഭക്ഷണം കഴിക്ക്, ഒരു ബ്രോയിലർ ചിക്കന്റെ പോലെ അവരെ വളർത്തരുത്. ദിസ് ഇസ് മൈ റിക്വസ്റ്റ് ആണ് എല്ലാവരോടും. ഓരോ പാരന്റ്സിനും ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും. ഇത് എന്റെ കൺസെപ്റ്റാണ്, നിങ്ങൾ ഇത് സ്വീകരിക്കണം എന്നില്ല. പക്ഷെ മക്കളെ ഒരിക്കലും നിങ്ങൾ പീഡിപ്പിക്കരുത്. അതേപോലെ മക്കളെ നിങ്ങൾ ഒരിക്കലും ദ്രോഹിക്കരുത്. അവരൊരിക്കലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തരുത്. സമൂഹത്തിൽ അവർക്കും നിങ്ങളെപ്പോലെ ഒരു സ്ഥാനമുണ്ട്, വിലയുണ്ട്.
അതേപോലെ എല്ലാവരും മക്കൾ എന്ന് പറഞ്ഞ അനുഗ്രഹമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരുപാട് മക്കള് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ എന്ത് ഐശ്വര്യമാണ്. ഞങ്ങൾ 4 മക്കളാണ്, 2 പെണ്ണും 2 ആണും. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ശരിക്കും പറഞ്ഞ അന്ന് അവിടെ എന്താ എനിക്ക് പറയാൻ വയ്യ. അത്രയും സന്തോഷമാണ്. നമ്മുടെ മക്കളും വീട്ടിലുള്ള എല്ലാവരും, സിസ്റ്റേഴ്സും, എൻ്റെ ബ്രദറും, അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസം വല്ലാത്ത ആനന്ദകരമാണ്. സോ എല്ലാവരും സ്നേഹിക്കുക പരസ്പരം. നമ്മുടെ മക്കളെല്ലാം മാക്സിമം കെയർ കൊടുക്കുക. അതേപോലെ വിദ്യാഭ്യാസം എന്താണ് ഞാൻ പറഞ്ഞു, അങ്ങനെയായിരിക്കണം വിദ്യാഭ്യാസം. അല്ലാതെ ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ വക്കീലാവാനോ അല്ല വിദ്യാഭ്യാസം. അതേപോലെ മക്കൾക്ക് സ്നേഹം എന്താണെന്ന്, ബഹുമാനം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ ഞാൻ കാണുന്നത് മക്കള് അച്ഛന്റെ കൂടെ ഇരുന്ന് വെള്ളടിക്കുക, അച്ഛന്റെ കൂടെ ഇരുന്ന് സ്മോക്ക് ചെയ്യുക. അതൊന്നും ഒരു നല്ല കൾച്ചറല്ല, നല്ല സംസ്കാരമല്ല. വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട നല്ല സംസ്കാരമാണ്. അങ്ങനെയാവട്ടെ, നാളെ ഇനി വരും തലമുറയിലെ മക്കൾ അങ്ങനെയാവട്ടെ, പരസ്പരം സ്നേഹിക്കാൻ കഴിയട്ടെ, നല്ല സംസ്കാരം ഉണ്ടാവട്ടെ, ആ വിദ്യാഭ്യാസവും സംസ്കാരവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ. അങ്ങനെയുള്ള നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മളെ മക്കളെ, ചില ആളുകൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാവില്ല അച്ഛനമ്മമാർക്ക്. അവരെന്ത് ചെയ്യും, തൊട്ടടുത്ത ഡോക്ടറോടോ അല്ലെങ്കിൽ മാഷോടോ ആരോടെങ്കിലും പ്രമുഖ വ്യക്തികളോട് പോയിട്ട് ചോദിക്കും, എന്റെ മക്കളെ ഞാൻ എന്താക്കണം, എന്ത് വളർത്തണം. അവർ പറയും, നീ ഇപ്പൊ നല്ല സ്കോപ്പുള്ള കാര്യമാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ പറയും, നീ നല്ല സ്കോപ്പാണ് BDS എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ, ദന്ത ഡോക്ടർ. ആ സംഭവം എന്താ കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും അതിന് പോവുക, ചാർജ് കുറവാണ്. കാരണം ഇനി ഓരോ പല്ലിനും ഓരോ ഡോക്ടർമാർ ലോകത്തുണ്ട്. അതേപോലെ വരും കാലങ്ങളിൽ ഞാൻ ചിന്തിക്കണം എന്താ വെച്ചാല്, നമ്മളെ നാട്ടിലൊക്കെ പണ്ട് കുട നന്നാക്കണ്ടോ എന്ന് വെച്ച് വരും, അതേപോലെ പല്ല് പറിക്കാനുണ്ടോ വെച്ച് ഡോക്ടേഴ്സ് വരും. അത്രയും BDS ആണ്. ഇപ്പൊ പുതിയ അഡ്മിഷൻസ് എല്ലാം ഒരുപാട് BDS. ക്യാഷ് കുറവായതുകൊണ്ട് ആളുകൾ ബാംഗ്ലൂരൊക്കെ പോയിട്ട് അതെടുക്കുകയാണ്. അപ്പൊ ഞാൻ ഒന്നിനും കുറ്റം പറയില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ മക്കൾക്ക് എന്താണ് ടേസ്റ്റ്, അവർക്ക് ചിലപ്പോ ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടം, അപ്പൊ അവരെ അതിന് വിടുക, അവരെ ഇഷ്ടത്തിന് വിടുക. അല്ലാതെ നമ്മളല്ല തീരുമാനിക്കേണ്ട അവരെങ്ങനെ പോകണം. അതേപോലെ നമ്മൾ ജനിച്ചു വളർന്ന രീതി, നമ്മൾ എന്തായിരുന്നു, ഹൂ ആയാം, വാട്ട് ആയാം, ഈ കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ എങ്ങനെയാണ് വളർന്നത്, മണ്ണിലും ചെടിയിലൊക്കെ കളിച്ചു വളർന്ന ആളുകളാണ് നമ്മൾ. അതേപോലെ കൂട്ടുകാരന്മാര്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ, ആ ഒരു യൂണിറ്റി, നല്ല സൗഹാർദ്ദം, ഓണത്തിനും പെരുന്നാളിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം പങ്കുവെച്ച് സ്നേഹത്തോടു കൂടി വളർന്ന ഒരു കുട്ടിക്കാലുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും. ആ കുട്ടിക്കാലമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. ആ നന്മയാണ് നമ്മളെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. അതിലൂടെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റും. അല്ലാതെ തൊട്ടടുത്ത ആൾ വന്നിട്ട് മാഷ് പറയാണ്, അവൻ അത് പഠിപ്പിക്കുക, ഇത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അങ്ങനത്തെ ഒരുപാട് കേസസ് ഞാൻ കാണാറുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മക്കളെ ഇഷ്ടമാണ്, മക്കളെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ മക്കളെ ഇഷ്ടം നോക്കി അവരെ കെയർ കൊടുത്ത് നല്ല സ്നേഹം കൊടുത്ത് വളർത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല മക്കളുണ്ടാവും. അതേപോലെ സന്തോഷമുള്ള പുതിയ തലമുറകൾ ഈ ലോകത്ത് വരും. അതിലെന്തുണ്ടാവും, നല്ല സ്നേഹസമ്പന്നരായ ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്തുണ്ടാവും. ഈ ലോകത്ത് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം സ്നേഹശൂന്യതയാണ്. ജനങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ല. ഒരാൾ നന്നാവുന്ന ഒരാൾക്ക് കണ്ടുകൂടാ. അതേപോലെ സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യാറ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ്. സോ ഇന്നു മുതൽ അതെല്ലാം നിർത്തുക. എന്നിട്ട് നമ്മൾ ചോദിക്കുക നമ്മളോട്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനീ ഭൂമിയിൽ വന്നു, ഞാൻ വന്നപ്പോൾ ആരായിരുന്നു, ഇപ്പൊ ഞാൻ എന്താണ്, ഇനി തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്താവും, എവിടേക്കാണ് എന്റെ മടക്കം, ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്താണ് ഇവിടുന്ന് കൊണ്ടുപോവുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. കാരണം സ്നേഹം വിടുന്ന ഒരു ആശയം തുടങ്ങാൻ തന്നെ കാരണം